നമസ്കാരം, ഞാൻ അമന ശ്രീനി. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള നിയമചരിത്രത്തിന്റെ വലിയ താളങ്ങൾ മുഴങ്ങിയ മാനവാവകാശ ലംഘനത്തിന്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഉദാഹരണങ്ങളിൽ ഒന്നാണ് രാജൻ കൊലക്കേസ്. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു രാജൻ. അതായത് ഇപ്പോഴത്തെ കാലിക്കറ്റ് NIT കോളേജ്. പഠിക്കാൻ മിടുക്കനായിരുന്നു, പാട്ടുപാടാൻ അതിമിടുക്കൻ, സാമൂഹ്യ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ യുവാവ്. 1976 മാർച്ച് 1 കോഴിക്കോട് ഫറൂഖ് കോളേജിൽ വെച്ച് D-Zone കലോത്സവം നടക്കുകയായിരുന്നു. കലോത്സവത്തില് പാട്ടും മറ്റു പല ഇനങ്ങളിലുമായി പങ്കെടുത്ത് രാജൻ തിരിച്ചു മടങ്ങവേ ബസ്സിന് പോലീസ് കൈ കാണിക്കുകയും ആരാണ് രാജൻ എന്ന് തിരക്കുന്നു. ഞാനാണ് എന്ന് പറയുന്നതും നേരെ മുടിക്ക് കുത്തിപ്പിടിച്ച് ജീപ്പിൽ കയറ്റുകയായിരുന്നു. പിന്നീട് ആ വണ്ടി പുറപ്പെട്ടത് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. ആയിടെയായിരുന്നു കായണ്ണ പോലീസ് സ്റ്റേഷൻ നേരെ നക്സലൈറ്റ് ആക്രമണം നടന്നത്. അതിൽ രാജനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അറസ്റ്റ് നടപടി നടന്നത്. എന്നാൽ ആ സമയം രാജൻ D-Zone കലോത്സവത്തിൽ പങ്കെടുക്കുകയായിരുന്നെന്നും തെറ്റിദ്ധാരണയുടെ പേരിലാണ് അറസ്റ്റ് നടത്തിയെന്നുമാണ് ഒരു കഥ. എന്നാൽ മറ്റൊരു കഥ എന്തെന്നാൽ, കോളേജില് പ്രോഗ്രാമിന് അതിഥിയായി എത്തിയ K കരുണാകരനെ ആക്ഷേപിക്കും വിധത്തിൽ ഗാനം ആലപിച്ചു എന്ന തെറ്റിന് പ്രതികാരമായാണ് പോലീസിന്റെ അറസ്റ്റ് എന്നും കഥകൾ ഇറങ്ങിയിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്ന് ആർക്കും വ്യക്തമല്ല. കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയെങ്കിലും പോലീസിന് വേണ്ട ഉത്തരം കിട്ടാത്തതിനാൽ പിന്നീട് അവിടെ നിന്നും കക്കയം ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് പോലീസിന്റെ 3-ാം മുറയിലെ അതിക്രൂരമായ ഉരുട്ടലിന് തുടക്കം കുറിച്ചത്. രാജന്റെ കൈ രണ്ടും പിന്നിലേക്ക് വലിച്ചു കെട്ടി, കാൽമുട്ടും തള്ളവിരലും ബന്ധിച്ചു. മർദ്ദിക്കുമ്പോൾ ശബ്ദം വരാതിരിക്കാനായി വായിൽ അണ്ടർവെയർ തരുകി. 2 പോലീസുകാർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഇരുമ്പിന്റെ ഉലക്ക കാലിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി ആസ്വദിച്ചുകൊണ്ടിരുന്നു. അവരുടെ ആനന്ദത്തിനൊടുവിൽ അവരുടെ പൈശാചികമായ അതിക്രൂര വിനോദത്തിനിടെ രാജൻ മരണപ്പെട്ടു. ജീവനുണ്ടോ എന്നറിയാൻ പോലീസുകാരൻ സിഗരറ്റ് വെച്ച് കുത്തി നോക്കി. അനക്കമില്ല. അങ്ങനെ രാജന്റെ മൃതദേഹം കക്കയം വനത്തിനുള്ളിലെ പാറക്കെട്ടുകളോടുകൂടിയ അതിശക്തമായി വെള്ളമൊഴുകുന്ന ഊരക്കുഴി വെള്ളച്ചാട്ടത്തിൽ തള്ളി. മറ്റൊരു അജ്ഞാത സാക്ഷിയുടെ വെളിപ്പെടുത്തൽ എന്തെന്നാൽ, ആ മൃതദേഹവുമായി പോലീസുകാർ കക്കയം ഊരക്കുഴി റൂട്ടിൽ പോവുകയും ഒരു സ്ഥലത്ത് കുഴിയെടുത്ത് അവിടെ പെട്രോൾ ഒഴിച്ച് ആ ശവശരീരം കത്തിച്ചു എന്ന് കണ്ടവരുമുണ്ട്. ആ കത്തിയെരിഞ്ഞ ശരീരം പിന്നീട് വന്ന് അതിന്റെ എല്ലുകളെല്ലാം പറക്കി ആ ഊരക്കുഴി വെള്ളച്ചാട്ടത്തിൽ തള്ളി എന്നാണ് അവരുടെ സാക്ഷിമൊഴി. രാജന്റെ മൃതദേഹം എന്ത് ചെയ്തെന്ന് ഇപ്പോഴും സംശയമായി നിലനിൽക്കുന്നു. രാജന്റെ അച്ഛൻ ഈച്ചര വാര്യർ മകനെ കാണാനില്ല എന്ന പേരിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നു. ഈച്ചര വാര്യർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പ്. അത് വായിച്ചാൽ ഒരു അച്ഛന്റെ രോധനം നമുക്ക് മനസ്സിലാക്കാം. രാജനെ കാണാതായ ആ രാത്രിയെ പറ്റി രാജന്റെ അച്ഛൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: രാജൻ വരുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. രാത്രി എപ്പോഴും ഒരു ഇലച്ചോറ് മാറ്റിവെക്കാൻ ഞാൻ ഭാര്യയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ എപ്പോൾ വേണമെങ്കിലും വരാം. പട്ടിണി കിടന്ന് വിശന്ന വയറോടെ ചടച്ച ശരീരത്തോടെ അവൻ വരുമ്പോൾ അവനു വേണ്ടി ചോറ് കരുതി വെച്ചിരിക്കണം. അവന് വരാതിരിക്കാനാവില്ല. പട്ടികൾ അകാരണമായി കുരയ്ക്കുകയും ഓളിയിടുകയും ചെയ്യുന്ന രാത്രികളിൽ ഉമ്മറവാതിൽ തുറന്ന് അച്ഛ എന്ന വിളി ഉയരുന്നുണ്ടോ എന്ന് ഇരുട്ടിലേക്ക് ചെവി കൂർപ്പിച്ച് പലതവണ ഞാൻ നിന്നു. പിന്നെ വാതിലടയ്ക്കാതെ കിടക്കയിലേക്ക് വീണു. കുഞ്ഞിമോനെ എന്ന കരച്ചിൽ എന്റെ നെഞ്ചിലെ ഗദ്ഗതത്തിൽ കുഴഞ്ഞു. എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരടരുന്നത് എനിക്ക് തടയേണ്ടതുണ്ടായിരുന്നു. അവന്റെ അമ്മ രാധ ഇതൊന്നും അറിഞ്ഞുകൂടാ. രാജൻ കൊലക്കേസ് കേരളമാകെ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അന്ന് ചിറ്റൂർ MLA ആയിരുന്ന അച്യുതൻ ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചു. ഉടൻ തന്നെ K കരുണാകരൻ എണീറ്റ് നിന്ന് രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രതികരിച്ചു. ഈ പ്രതികരണത്തിന് പിന്നാലെ K കരുണാകരനെ കൂടെ ഈ കേസിൽ കക്ഷി ചേർത്തു. രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് സർക്കാർ സത്യവാങ്മൂലം നൽകി. സാക്ഷി വിസ്താരത്തിന് ശേഷം ഹൈക്കോടതിന്റെ വിധി ഇങ്ങനെയായിരുന്നു: രാജനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെന്നും കക്കയത്തുള്ള ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ടെന്നും തെളിവുകളുണ്ട്. ഏപ്രിൽ 21 മുൻപായി രാജനെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു. സുപ്രീം കോടതിയിലെ വിധിയും ഹൈക്കോടതിയിലെ വിധിയെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് രാജനെ ഉടൻ തന്നെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നും സത്യവാങ്മൂലം വ്യാജമാണെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ K കരുണാകരൻ മുഖ്യമന്ത്രി കസേര അധികാരമേറ്റ് 32-ാം ദിവസം തന്നെ ഒഴിയേണ്ടതായി വന്നു. അടിയന്തരാവസ്ഥ കാലത്തെ പോലീസിന്റെ പുറത്തറിഞ്ഞ കഥകളിൽ വളരെ ചുരുക്കം കഥകളിൽ ഒന്നാണ് രാജൻ കേസ്. ഇനിയും ഒരുപാട് കഥകൾ പുറത്തറിയാത്തതായി ഉണ്ടാവും. ഒരുപാട് അനുഭവിച്ച വ്യക്തികൾ ഇപ്പോഴും ശിഷ്ടകാലം രോഗികളായോ മറ്റോ ജീവിക്കുന്നുമുണ്ടാവും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.